ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പുളിയും ഉപ്പും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ട് എണ്ണയും ചേർത്തൊന്ന് കഴിച്ചു നോക്കാമെന്ന് വെച്ചു. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നാരങ്ങ, പുളി, മാങ്ങ, മൽബറി അങ്ങനെ ഒരുപാട്, പിന്നെ ചാമങ്ങ, അങ്ങനെ ഒരുപാട് നമ്മൾ ഇതുപോലെ ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിക്കാറുണ്ടായിരുന്നു. ഒരു പുളി കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉമിനീര് വരും. ഇതിൻ്റെ ഒപ്പം നമ്മൾ നല്ല രീതിയിൽ മുളക് പൊടി നന്നായിട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലുണ്ടല്ലോ, പുളിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് കഴിച്ചാൽ വായിലൊരു കപ്പലോടുന്ന വൈബാണ്. എന്നാലും ആ മുളക് പൊടിയുടെ ടേസ്റ്റാണ് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് നിൽക്കുന്നത്. ഉപ്പ് മാത്രമായിട്ട് നമ്മളത് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കിയാലും ആ ഉപ്പിൻ്റെ ടേസ്റ്റിനേക്കാളും ഒക്കെ പുളിയുടെ ടേസ്റ്റാണ് എടുത്ത് നിൽക്കുന്നത്. ഒരു പുളിയും നല്ലൊരു പഴുത്ത മാങ്ങയില്ല, പച്ച മാങ്ങയില്ല, അങ്ങനത്തെ ഒരു ലെവലിലുള്ള മാങ്ങയും ചേർത്ത് കഴിച്ചാലുള്ള ആ ഫീലിംഗ് ആണ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. മുളക് പൊടി എണ്ണ മാത്രമായിട്ട് നമ്മൾ ഇതിൽ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കഴുകുക. കാരണം എന്ന് വെച്ചാൽ മുളക് പൊടി എണ്ണയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കപ്പയുടെ കൂടെ മാത്രം കഴിക്കുന്നത് ചമ്മന്തിയുടെ പ്രത്യേക ടേസ്റ്റ് ഇതിൽ കിട്ടും. അതുകൊണ്ട് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് എന്ന് വെച്ചാൽ പ്രത്യേക ടേസ്റ്റ് ഒന്നുമല്ല, പുളി നിന്ന് നാക്കൊക്കെ എന്തോ പോലെ ഇരിക്കുകയാണ്. ഒരു പരിധി കൂടുതലാണ് ഇപ്പോൾ ഞാൻ പുളി കഴിക്കുന്നത്. ഉപ്പും കുരുമുളകും ഉപ്പും മുളകും എണ്ണയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് തിന്നുവാണ്. ഒന്നും പറ്റാതെ ഇരുന്നാൽ മതിയായിരുന്നു. ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ആ വൈബ് കിട്ടിയില്ല, ആ ടേസ്റ്റ് കിട്ടണമല്ലോ, അതിനു വേണ്ടിയാണ്. സൂപ്പർ, ഭയങ്കര ടേസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റില്ല. പുളിയുടെ ഭയങ്കര പുളിയായിട്ടുള്ള ടേസ്റ്റാണ്. ഞാൻ ഒരു സത്യം പറയട്ടെ, ഡോണ്ട് ട്രൈ അറ്റ് ഹോം. പുളി നിന്ന് പല്ലെല്ലാം പുളിക്കാൻ തുടങ്ങി. ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. എന്നാലും ഇതിങ്ങനെ അധികം കഴിക്കേണ്ടെന്ന എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പുളി തിന്നാനുള്ള ടേസ്റ്റിൻ്റെ എക്സ്പ്രഷനാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇതുപോലെയൊക്കെ എക്സ്പ്രഷൻ ഇട്ട് വേണം നമ്മൾ കഴിക്കാൻ. അതുകൊണ്ട് ഡോണ്ട് ട്രൈ അറ്റ് ഹോം. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ച് തുടർന്ന് നല്ല അടിപൊളി കണ്ടൻറ്റുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കാണാം. ടാറ്റാ.